ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പ്രഷർ കുക്കറിൽ ഒരു ബീഫ് കറിയാണ്. ഇതെങ്ങനെയാണ് നോക്കാം. ആദ്യം കുക്കറിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ സവാളയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സവാള ആയിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതോട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 15 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളക് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കറിവേപ്പില, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. ഫസ്റ്റ് വിസിൽ കേട്ടപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. എന്നിട്ടൊരു 2 വിസിലും കൂടിയാണ് കേൾപ്പിച്ചത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. അഡീഷണൽ വെള്ളം വേറെ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.